പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അസ്വസ്ഥജനകമായ നിമിഷങ്ങളെ തുടർന്നാണിത്. ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ആശയവിനിമയവുമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ഷെരീഫിനെ അവഗണിച്ചതിന്റെ ഓർമ്മകൾ മായും മുമ്പാണ് പാകിസ്ഥാന്റെ ആഗോള പ്രതിച്ഛായയെ ചോദ്യം ചെയ്യുന്ന പുതിയ സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒക്ടോബർ 13 ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടി മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനുള്ള നിർണായകമായ ആഗോള വേദിയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ, ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തുടങ്ങിയ 20 ലോക നേതാക്കളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും സന്നിഹിതനായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ പങ്കാളിത്തം ഗൾഫ് മേഖലയിൽ പാകിസ്ഥാന്റെ നയതന്ത്ര പ്രാധാന്യം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നെങ്കിലും അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രതികരണങ്ങൾ തികച്ചും വിപരീതമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൈക്കെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അസുഖകരമായ നിമിഷങ്ങൾ ആരംഭിച്ചത്. ട്രംപിന്റെ വാക്കുകൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ അധികാരം സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുധാരണയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഉച്ചകോടിയിൽ ഷെരീഫിന്റെ സാന്നിധ്യം ട്രംപ് ആദ്യം അംഗീകരിച്ചുവെങ്കിലും പാകിസ്ഥാന്റെ യഥാർത്ഥ അധികാര കേന്ദ്രം ആരാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പരാമർശം. പാകിസ്ഥാൻ ഷീൽഡ് മാർഷൽ അസീം മുനീറിനെ കാണാനാണ് താൻ പ്രതീക്ഷിച്ചിരുന്നതെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിൽ നിന്നുള്ള എന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ അദ്ദേഹം ഇവിടെയില്ല, പക്ഷെ പ്രധാനമന്ത്രി ഇവിടെയുണ്ട് എന്ന ട്രംപിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവിക്കുള്ള പ്രാധാന്യം ഷെരീഫിന്റെ സാന്നിധ്യത്തെക്കാൾ വലുതാണെന്നതിന്റെ സൂചനയായി കണക്കാക്കാം. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മറ്റൊരു ലോക നേതാവിന്റെ മുന്നിൽ വെച്ച് സ്വന്തം സൈനിക മേധാവിക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്നത് കാണേണ്ടി വന്നത് കടുത്ത നയതന്ത്രപരമായ നാണക്കേടാണ്. ട്രംപിന്റെ പരാമർശം കേട്ട് ഷെരീഫ് പിന്നിൽ നിന്ന് കൈ കാണിച്ചെങ്കിലും ആ നാണക്കേട് മറയ്ക്കാൻ ആംഗ്യങ്ങൾ മതിയാകുമായിരുന്നില്ല. തുടർന്ന് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ ഷെരീഫിന്റെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയും അതിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രശംസിച്ചപ്പോൾ ഷെഹ്ബാസ് ഷെരീഫ് ആകെ ആശയക്കുഴപ്പത്തിലായി. ട്രംപ് തന്റെ പ്രസംഗത്തിലൂടെ ഇന്ത്യയും നരേന്ദ്രമോദിയും എടുത്തു പറഞ്ഞതിലൂടെ പാകിസ്ഥാന്റെ പ്രധാന എതിരാളിയായ ഇന്ത്യക്ക് ആഗോള വേദിയിൽ ലഭിക്കുന്ന പ്രാധാന്യം ഷെരീഫിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. കൂടാതെ പാകിസ്ഥാനും ഇന്ത്യയും വളരെ നന്നായി ഒരുമിച്ച് ജീവിക്കുമെന്ന് താൻ കരുതുന്നതായും ട്രംപ് അഭിപ്രായപ്പെട്ടത് ഷെരീഫിന് പിന്നിൽ നിന്നുകൊണ്ട് ഒരു ചെറു പുഞ്ചിരി നൽകാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുമായി സമാധാനം സ്ഥാപിക്കുന്നതിൽ തന്റെ സർക്കാരിന്റെ പങ്ക് സ്ഥാപിക്കാൻ പാടുപെടുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ട്രംപ് നൽകിയ സൗഹൃദ ഉപദേശം ഒരു പരിഹാസമായി അനുഭവപ്പെട്ടിരിക്കാം. ട്രംപിന്റെ പരാമർശങ്ങൾ ഷെരീഫിനെ വെട്ടിലാക്കിയെങ്കിലും അതിനെ മറികടക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ട്രംപിനെ അമിതമായി പ്രശംസിച്ചുകൊണ്ടാണ്. ട്രംപ് സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ ഷെരീഫ് ആ വേദി ഉപയോഗിച്ചത് അമേരിക്കൻ പ്രസിഡന്റിനെ പുകഴ്ത്താനും സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ട്രംപ് എങ്ങനെ അർഹനാണെന്ന് ആവർത്തിക്കാനുമാണ്. ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കിയതിൽ ട്രംപിന്റെ ഇടപെടലിനെ അദ്ദേഹം പുകഴ്ത്തി. ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണെന്ന് ആർക്കറിയാം. എന്നാൽ ഈ മാന്യതയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഇടപെടൽ കാരണം ആ 4 ദിവസങ്ങളിൽ യുദ്ധം നടന്നില്ല. അദ്ദേഹം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ മോശമാവുകയും എന്ത് സംഭവിച്ചുവെന്ന് പറയാൻ ആരും ബാക്കി ഉണ്ടാകുകയുമില്ലായിരുന്നു എന്നും ഷെരീഫ് പറഞ്ഞു. ശക്തിയുടെ കേന്ദ്രങ്ങളിൽ നിന്നും ശ്രദ്ധ നേടാനുള്ള പാകിസ്ഥാന്റെ നയതന്ത്രപരമായ തന്ത്രത്തിന്റെ ഭാഗമായും ഇതിനെ കണക്കാക്കാം. എന്നാൽ ഈ പ്രശംസ ട്രംപ് തള്ളിക്കളഞ്ഞ രീതി ഷെരീഫിന് കൂടുതൽ നാണക്കേടുണ്ടാക്കി. ട്രംപ് വേദിയിലേക്ക് മടങ്ങിയെത്തി തനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് ലഘുവായി പ്രതികരിച്ചുകൊണ്ട് ഷെരീഫിന്റെ പ്രശംസയെ അവഗണിച്ചു. ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഈ ചിരി ഷെഹ്ബാസ് ഷെരീഫിന്റെ പ്രശംസ അമിതവും അസ്ഥാനത്തായിരുന്നു എന്നതിന്റെ ആഗോള സൂചനയായും വ്യാഖ്യാനിക്കപ്പെട്ടു. അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ പാകിസ്ഥാന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ സംഭവങ്ങളെല്ലാം നൽകുന്നത്. അന്താരാഷ്ട്ര വേദികളിലെ നാണക്കേട് ഷെഹ്ബാസ് ഷെരീഫിന് ഒരു പുതിയ അനുഭവമല്ല. ഈജിപ്തിലെ സംഭവങ്ങൾക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചൈനയിൽ നടന്ന SCO ഉച്ചകോടിയിലും സമാനമായ രംഗങ്ങൾ അരങ്ങേറിയിരുന്നു. പ്രധാനമന്ത്രി മോദി ഷീ ജിൻപിങ്ങുമായും വ്ളാഡിമിർ പുടിനുമായും സൗഹൃദപരമായ നിമിഷങ്ങൾ പങ്കിട്ടപ്പോൾ ഷെഹ്ബാസ് ഷെരീഫ് അവഗണിക്കപ്പെട്ടു. ചൈനയും റഷ്യയും പോലുള്ള പാകിസ്ഥാന്റെ പരമ്പരാഗത സഖ്യകക്ഷികൾ പോലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അവഗണിച്ചെന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ നയതന്ത്ര തലത്തിൽ പ്രസക്തി കുറയുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഒരു ഫോട്ടോ സെക്ഷന് ശേഷം പുടിനുമായി കൈകൊടുക്കാൻ ഷെരീഫ് ഓടിയെത്തുന്നതിന്റെ വീഡിയോ അദ്ദേഹത്തിന് നേരെ വലിയ പരിഹാസമുയർത്തി. കൂടാതെ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ വിവർത്തനത്തിനുള്ള ഹെഡ്ഫോണുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഷെരീഫ് പരാജയപ്പെട്ടത് റഷ്യൻ പ്രസിഡന്റ് പുടിനെ പോലും ചിരിപ്പിച്ചു. ഒരു പ്രധാന അന്താരാഷ്ട്ര യോഗത്തിൽ സ്വന്തം രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഉണ്ടായ ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളും പെരുമാറ്റ രീതികളും ഷെരീഫിന്റെ പ്രൊഫഷണലിസത്തെ തന്നെ ചോദ്യം ചെയ്തു. ഈ സംഭവങ്ങൾ ഷെഹ്ബാസ് ഷെരീഫിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് വഴിവെക്കുകയും പാകിസ്ഥാൻ
പാകിസ്ഥാന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന് അന്താരാഷ്ട്ര വേദികളിൽ തുടർച്ചയായി നേരിടേണ്ടി വരുന്ന ഈ നാണക്കേടിന്റെ നിമിഷങ്ങൾ പാകിസ്ഥാന്റെ ആഗോള നയതന്ത്ര സ്ഥാനത്തിന് സംഭവിച്ച ദുർബലതയാണ് എടുത്തു കാണിക്കുന്നത്. ഒരു വശത്ത് ആഭ്യന്തര രാഷ്ട്രീയത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ഉലയുന്ന പാകിസ്ഥാൻ അന്താരാഷ്ട്ര പിന്തുണ തേടാൻ പാടുപെടുകയാണ്. മറുവശത്ത് പ്രധാനമന്ത്രി ഷെരീഫിന്റെ വ്യക്തിപരമായ ഇടപെടലുകളും പെരുമാറ്റ രീതികളും രാജ്യത്തെ നയതന്ത്ര ലക്ഷ്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നു. ട്രംപ് സൈനിക മേധാവിയെ എടുത്തു പറഞ്ഞതും ഇന്ത്യയും മോദിയെയും പ്രശംസിച്ചതും ഷെരീഫിന്റെ പ്രശംസ തള്ളിക്കളഞ്ഞതും അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന നയതന്ത്രപരമായ ഒറ്റപ്പെടലിന്റെ സൂചനകളാണ്. ലോക നേതാക്കൾക്കിടയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഷെരീഫ് നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ രംഗങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടം ആഭ്യന്തരമായും അന്തർദേശീയമായും നേരിടുന്ന വിശ്വസ്തതയുടെയും പ്രസക്തിയുടെയും വെല്ലുവിളികളെയാണ് വ്യക്തമാക്കുന്നത്.